ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ലൊരു നാടൻ മട്ടൻ കറി തയ്യാറാക്കിയാലോ? ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ കറിയാണിത്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ നാടൻ മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ മട്ടൻ ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് മസാലയുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഒരു 3 മിനിറ്റെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കണം. 3/4 കിലോ മട്ടണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഈ മട്ടൺ ഈ മസാലയുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർക്കാവൂ. അപ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മട്ടൺ വേവുന്നതിൻ്റെയൊക്കെ സമയത്തിൽ വ്യത്യാസം വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടൺ അനുസരിച്ചും ഈ പ്രഷർ കുക്കറിനനുസരിച്ചും ഒക്കെ സമയത്തിൽ വ്യത്യാസം വന്നേക്കാം. ഈ ഒരു കുക്കറിൽ 17 മിനിറ്റാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നത്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്യും. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുള്ളത്. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചാറൊന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ അവസാനം കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ മട്ടൻ കറി നല്ലതുപോലെ തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല രുചികരമായിട്ടുള്ള നാടൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണിതിന്.
അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്